വിൻ്റർ ആയി കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വരുന്നതേ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ക്യാൻഡിൽ കത്തിച്ച് വെക്കുക. കാരണം ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ജനലുകളൊന്നും തുറക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല. കൊടൂരമാം തണുപ്പാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ കുക്ക് ചെയ്തതിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ കിച്ചണിൽ ഓടി നടപ്പുണ്ടായിരിക്കും. വൈകുന്നേരം കുക്കിംഗ് കഴിഞ്ഞാലും ഈ ക്യാൻഡിൽ കത്തിച്ച് വെക്കും. പക്ഷെ അത്രയും നേരമൊന്നും ലോങ് ലാസ്റ്റിംഗ് ചെയ്യാനുള്ള സ്മെല്ലൊന്നും ഇല്ല കേട്ടോ ഈ ക്യാൻഡിലിന്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും ഒരു ഫ്രഷ് ഫീൽ കിട്ടും കിച്ചണിൽ. അതുകൊണ്ടാണ് ഈ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെക്കുന്നത്. പിന്നെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം, എനിക്ക് ഓഫീസിൽ പോകണം. പിന്നെ അവിക്കും അജേഷനുള്ള ലഞ്ചും എല്ലാം കുക്ക് ചെയ്തും വെക്കണം. രാവിലെ തന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ ഗീ റൈസ് ഉണ്ടാക്കി വെക്കാം. കാരണം ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ട്. ഇവർക്കാണെങ്കിൽ ഗീ റൈസ് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാട്ടോ, കൈയൊന്നും ഇടാനേ പറ്റുന്നില്ല. എനിക്ക് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അരിയൊക്കെ കഴുകി വെള്ളത്തിലിട്ടു. കുഞ്ഞിലെ ചേട്ടനും ഒക്കെ കുക്ക് ചെയ്യുന്ന കണ്ടിട്ടുള്ള ശീലമാണ്. ബിരിയാണി ഇല്ലെങ്കിൽ ഗീ റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അരി കഴുകി വെള്ളത്തിലിടുക. എന്നത്തിനാന്നുള്ള കാര്യം ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല കേട്ടോ. ഞാൻ എല്ലാ പ്രാവശ്യവും ഏകദേശം 1 മണിക്കൂറൊക്കെ വെള്ളത്തിലിടാറുണ്ട്. അത് കഴിഞ്ഞതേ ഞാൻ എൻ്റെ ചിയ സീഡ് വെള്ളത്തിലിട്ടു, വെള്ളം കുടിക്കാനുള്ള രാവിലെ. ഇനി ഞാൻ പെട്ടെന്ന് പോയെന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. അങ്ങനെ എൻ്റെ ഫ്രഷ് ആവലും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട് കൊടുക്കാം. കാരണം എൻ്റെ സ്കിൻ ഇവിടെ ഭയങ്കര ഡ്രൈ ആണ്. ഒന്ന് ജസ്റ്റ് നോർമൽ വെള്ളത്തിൽ കഴുകിയാൽ തന്നെ അത് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, എനിക്കൊരു വിശേഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ എന്ത് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. കൂടാതെ എനിക്ക് ഇന്ന് ഓഫീസിൽ പോകേണ്ട ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇടാന്ന്. നന്നായിട്ട് ഇത് ഇപ്പോൾ എഴുന്നേറ്റുള്ളൂ കേട്ടോ. അതിൻ്റേതായിട്ടുള്ള മുഖത്തെല്ലാം ഇതുകൊണ്ട് നല്ല ഉറക്കക്ഷീണമുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ കണ്ണിനൊക്കെ ചെറിയൊരു ഇതുപോലെ തോന്നുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഓഫീസിൽ പോകുന്ന. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മോർണിംഗ് റൂട്ടീൻസൊക്കെ എങ്ങനെയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്, ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട്. കാരണം എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും ഞാൻ പോകുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും തന്നെ വൈകുന്നേരം തീർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ എനിക്ക് സമയം കിട്ടില്ല. കാരണം ഞങ്ങൾക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. പോയിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല ലേറ്റായി. അത് കഴിഞ്ഞ് പിന്നെ എടുത്തു വെക്കാനുള്ളൊരു ഇതൊന്നുമില്ലായിരുന്നു. പിന്നെ കിടന്നുറങ്ങിയെന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ എടുത്ത് വെക്കാമെന്നല്ല. അപ്പോൾ അങ്ങനത്തെ പരിപാടി. പിന്നെ അജയ് ചേട്ടനും അവിക്കും എനിക്ക് കുക്ക് ചെയ്ത് വെക്കണം. അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. കൂടാതെ ഈ പ്രാവശ്യം അജയ് ചേട്ടനും അവിയും ഈവനിങ്ങിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ റിട്ടേൺ വരുന്ന നാളെ ഈവനിങ് ആയിരിക്കും കേട്ടോ. ലണ്ടനിൽ കുറച്ച് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ലണ്ടൻ ലൈറ്റിംഗ് ഒക്കെ നല്ല രസമായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കാണാം നമുക്ക്. അപ്പം ഇനി ഞാൻ ആദ്യം പോയി കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ, കാരണം എനിക്കും അവയ്ക്കും എല്ലാവർക്കും ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം എടുത്ത് വെക്കട്ടെ. പിന്നെ എനിക്ക് മീറ്റിങ്ങിന് കൊണ്ടുള്ള ലാപ്ടോപ്പും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി അതെല്ലാം ചെയ്യാം. കാരണം അവ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ ശരി, നമുക്കെന്നാ തുടങ്ങിയാലോ ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെക്കാം. അതായത് ലാപ്ടോപ്പ്, ചാർജർ, മൗസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മൗസ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തേ ഇല്ല കേട്ടോ. എന്താണെന്നറിയത്തില്ല, എനിക്ക് മൗസ് പോയിന്ററിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 10 വർഷമായി ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയാലും എന്നാലും എനിക്കെന്തോ മടിയാണ് അത് യൂസ് ചെയ്യാൻ വേണ്ടി. സാധാരണഗതിയിൽ ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലായിരിക്കും. ഞാൻ ലോക്ക് ഓഫ് ചെയ്ത് എഴുന്നേറ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ ഈ വക സാധനങ്ങളൊക്കെ പറക്കി കൂട്ടി ബാഗിൽ കയറ്റുവാണ് പതിവ്. ഞാൻ പറഞ്ഞല്ലോ ഇന്നൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. ലോക്ക് ഓഫ് ചെയ്ത് എഴുന്നേറ്റു, നേരെ റെഡിയായി വണ്ടി കയറി പോവുമായിരുന്നു ചെയ്തത്. പിന്നെ വന്നതും ഒത്തിരി ലേറ്റ് ആയിട്ടായിരുന്നു. അതുകൊണ്ടാണ് ചാർജർ പോലും ഊരിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ പോർട്ടിൽ നിന്ന്. അങ്ങനെ ഞാൻ അജേഷനെ വിളിച്ചെന്നേൽപ്പിച്ച അജേഷന് ആവശ്യമുള്ള സാധനങ്ങളും അവിയുടെ സാധനങ്ങളും എല്ലാം എടുത്തത് ഈ മാറ്റേ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി എനിക്കിതെല്ലാം എടുത്തൊന്ന് ബാഗിൻ്റെ അകത്തേക്ക് കയറ്റിയാൽ മതി. സാധാരണഗതിയിൽ ഞാൻ തന്നെ പോകുമ്പം ഈസിയാണ്. എൻ്റെ ഒരു ഡ്രസ്സ് മാത്രം എടുത്തു വെച്ചാൽ മതി. പിന്നെ ഒരു നൈറ്റ് ഡ്രസ്സും, വലിയ ചിന്തിക്കാനും പറക്കാനും ഒന്നുമില്ല. ഇവരെയും കൊണ്ടൊക്കെ പോകുമ്പം നന്നായിട്ട് ചിന്തിക്കണം, പ്രത്യേകിച്ച് അവനെയും കൊണ്ട്. കാരണം എക്സ്ട്രാ ഡ്രസ്സ് എടുക്കണം, എല്ലാ സാധനവും നമ്മൾ ഓരോ പേരെ എക്സ്ട്രാ എടുക്കണം. കൂടാത്തതിന് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവനെയും കൊണ്ട് പോകുമ്പോൾ. ആ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഇത്. അങ്ങനെ അവയുടെ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ എടുത്തു വെച്ചു. ഇനി പോയിട്ട് എന്തെങ്കിലും എൻ്റെ ലിസ്റ്റിൽ എന്തെങ്കിലും മിസ്സിങ് ആയിട്ടുള്ള കാര്യം ഉണ്ടോ എന്ന് നോക്കട്ടെ. അങ്ങനെ ഞാൻ ലിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ട്. എന്തൊക്കെ ഇനി എടുത്തു വെക്കാനുണ്ട്, എന്തെങ്കിലും ഞാൻ മിസ്സായോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ടെമ്പറേച്ചറിൽ എൻ്റെ കണ്ണ് പോയത് -3. വൃത്തിയല്ല എനിക്ക് രാവിലെ ഇത്രയും തണുക്കുന്നത്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. നമ്മൾ വെള്ളത്തിലിട്ട അരിയും ഒക്കെ ഉണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഫ്രഷ് ഒരു ഫീൽ കിട്ടുമെന്ന്. ഇപ്പോൾ കയറി വന്നപ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കതൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് കെടുത്തി വെച്ചിട്ട് ഇനി നമുക്ക് കുക്കിംഗ് പരിപാടിയിലേക്ക് കിടക്കാം. ഞാൻ ഇത് ഗീ റൈസ് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വക പരിപാടികളൊക്കെ ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. പിന്നെ ഇനി അവീനെ എഴുന്നേൽപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അങ്ങനത്തെ പരിപാടികൾ എല്ലാം ഇനി എൻ്റെ മുമ്പിലുണ്ട്. പിന്നെ രാവിലത്തേക്കുള്ള
പാലും അവിക്കും അജയ് ചേട്ടനുമുള്ള പാലും വെച്ചു. ഞാൻ പാല് കുടിക്കത്തില്ല, ഇല്ലെങ്കിൽ ചായ കുടിക്കത്തില്ല. കാരണം എനിക്ക് ഭയങ്കര ബ്ലോട്ടിങ് പ്രോബ്ലം ഉണ്ട് പാലോ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ആൽമണ്ട് മിൽക്ക് ഇല്ലെങ്കിൽ ഓട്സ് മിൽക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. കാരണം ആദ്യം ഞാൻ നേരത്തെയൊക്കെ പാലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. പിന്നീട് എനിക്കിത് എന്താ പറയുക, ഉപയോഗിച്ചാൽ ഒരു സുഖമില്ലാത്ത പോലെ തോന്നും. എന്താ പറയുക, വയറ്റിലൊരു സുഖമില്ല. ആദ്യം എനിക്കൊരു അലർജി എന്ന രീതിയിലാണ് ഇത് തുടങ്ങിയത്, പാലിൻ്റെ പ്രശ്നം. പിന്നെ അത് വന്ന് എന്താ പറയുക, ഒട്ടും അത് ഇൻടേക്ക് ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. ഇനി ഞാൻ പോയി കുക്ക് ചെയ്യട്ടെ, കഥ പറച്ചിലേക്ക് പിന്നീടാവാം. ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് കുക്കറിൻ്റെ അകത്താട്ടോ. അതുകൂടാതെ തന്നെ ഇങ്ങനത്തെയുള്ള ഈസി സാധനങ്ങളാണ് ഞാൻ രാവിലെ പിടിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കുമല്ലോ. ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് നെയ്യിടുക, അതിൻ്റെ അകത്തേക്ക് കറുവപ്പട്ട, ഏലയ്ക്ക, ഗ്രാമ്പൂ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കുറച്ച് നേരം ഒന്ന് വരട്ടിയതിന് ശേഷം പിന്നെ നമ്മുടെ കഴുകി ഊറ്റി വെച്ചേക്കുന്ന എന്താ പറയുക അരി ഇടുക. അത് കഴിഞ്ഞിട്ട് അതിന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യും കേട്ടോ. കാരണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും വെള്ളത്തിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ അളന്നെടുക്കുന്ന എപ്പോഴും ഗ്ലാസ്സിനാട്ടോ. ആ അളന്നെടുക്കുന്ന പാത്രത്തിന് 1.5 പാത്രം വെള്ളം എന്നുള്ള രീതിയിൽ ഞാൻ അളന്നെടുത്തത് ഗ്ലാസ്സിനായതുകൊണ്ട് തന്നെ 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇത് നന്നായിട്ട്, അതായത് നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത്. പിന്നെ ഒന്ന് തിളക്കട്ടെ എന്ന് വിചാരിക്കും. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഉപ്പും പിന്നെ ഒരു ഹാഫ് നാരങ്ങയും കൂടാത്തേന് എന്താ പറയുക, കുറച്ച് മല്ലിയില ഇടും കേട്ടോ. ഇവിടെ എല്ലാവർക്കും മല്ലിയില ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതിടും. ഇനി ഇതിനെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ നമ്മുടെ കുക്കറിൻ്റെ വിസിൽ എടുത്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. നല്ല അടിപൊളി ഗീ റൈസ് കിട്ടും കേട്ടോ. അങ്ങനത്തെ എൻ്റെ എന്താ പറയുക ഗീ റൈസിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അജയ് ചേട്ടൻ അവീനെ എഴുന്നേൽപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഞാനും അവിയും കൂടെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ആസ് യൂഷ്വൽ ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ എന്താ പറയുക വീഡിയോ കോളും ചെയ്യുന്നുണ്ട് വീട്ടിലേക്ക്. കാരണം ഇനി എനിക്ക് ഇന്നത്തെ ദിവസം വിളിക്കാനോ ഇല്ലെങ്കിൽ ഒന്നും സമയം കിട്ടത്തില്ല. അല്ലെങ്കിലും എന്നും ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലേക്ക് വിളിക്കാറുണ്ട് കേട്ടോ. അവീനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അവിയും കുറച്ച് നേരം കാണും. പിന്നെ ഇപ്പം നമ്മുടെ ഏകദേശം ഒരു 5-5.5 മണിക്കൂർ ഡിഫറൻസ് ഉണ്ടല്ലോ നാടുമായിട്ടും. അതുകൊണ്ട് കുറച്ച് പാടാണ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി. വൈകുന്നേരങ്ങളിലൊന്നും വിളിക്കാൻ പറ്റത്തില്ല. അവിടെ ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആവും, നമ്മുടെ ഇവിടെ 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും. അതുകൊണ്ട് തന്നെ ഈ രാവിലെകളിലാണ് ഇപ്പോഴത്തെ വിളിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അതാട്ടോ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇനി റെഡി ആവട്ടെ. അങ്ങനെ നമ്മൾ റെഡിയായി ഇറങ്ങിട്ടോ. റെഡിയായാൻ ഒട്ടും സമയമില്ലായിരുന്നു. തടപടെ എന്നാണ് റെഡിയായി ഇറങ്ങിയത്. കാറ്റൊക്കെ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ, രാവിലെ -3 ആണ്. ഇപ്പം എത്ര ടെമ്പറേച്ചർ എന്ന് എനിക്ക് അറിയത്തില്ല കറക്റ്റായിട്ട്. അങ്ങനത്തെ അവി ഇവിടെ ഉണ്ട്. അവീനെ സ്കൂളിൽ വിട്ടിട്ട് അജയ് ചേട്ടനെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. കാരണം നല്ല തണുപ്പാണ്. നമ്മുടെ വണ്ടിയുടെ അവസ്ഥ കണ്ടു. ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇതാട്ടോ അവസ്ഥ. നല്ല ഒരു 5-10 മിനിറ്റിൻ്റെ പരിപാടിയാണ് ഈ ഇത് മൊത്തം. ഇളക്കി കളയാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഇനി എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് അജയ് ചേട്ടൻ അവീനെ ഡ്രോപ്പ് ചെയ്യും. എനിക്ക് 9:30ക്കാണ് എന്താ പറയുക ട്രെയിൻ. ഇപ്പോൾ ഏകദേശം സമയം 8:45 ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഓഫീസ് ടൈം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ട്രാഫിക്കും കാണും. ഞാൻ ആക്ച്വലി ആദ്യം നടന്നു പോകാമെന്ന് കേട്ടോ വിചാരിച്ചത്. പിന്നെ ഈ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകേണ്ട കാരണം ഞാൻ പിന്നെ അയച്ചെന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇനി റെയിൽവേ സ്റ്റേഷൻ എത്തട്ടെ. ബൈ ബൈ. ടാറ്റ പറ. ടാറ്റ. ബൈ. നമ്മൾ 3 പേരും ഇന്ന് രാവിലെ വണ്ടിയിൽ വന്നു കഴിഞ്ഞപ്പം അവി വിചാരിച്ച് നമ്മൾ എങ്ങോട്ടോ പോവാന്നുള്ളത്. പെട്ടെന്ന് എന്നെ ഇവിടെ ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ അവയ്ക്ക് ആകെ ഒട്ടും എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മ തന്നെയാണ് പോകുന്നതെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് കുറച്ച് വഴക്കുണ്ടാക്കിയത്. സാധാരണഗതിയിൽ അവന് ഞാൻ പോരുന്നു, ഓഫീസിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ അവരെന്തോ ആഗ്രഹിച്ച് കാണുമായിരിക്കും. പിന്നെ ഞാൻ എന്നും നടന്നാണല്ലോ വരുന്നത്. കാറിൽ അങ്ങനെ എന്നെ ഡ്രോപ്പ് ചെയ്യാനൊന്നും വരാറുണ്ടായിരുന്നില്ല ഇവർ. അങ്ങനെ നമ്മുടെ ട്രെയിനൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ലണ്ടൻ എത്താം. അങ്ങനെ ഒരു 1.5 മണിക്കൂറിൻ്റെ ട്രാവലൊക്കെ കഴിഞ്ഞ് നമ്മൾ ലിവർപൂൾ സ്ട്രീറ്റിലെത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോയി മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യട്ടെ. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു ബേക്കറി ആയിരുന്നു കേട്ടോ. കാണാൻ നല്ല അടിപൊളിയായിരുന്നു. വയറൊക്കെ നന്നായിട്ട് നിറഞ്ഞിരിക്കുന്ന കാരണം ഒന്നും മേടിക്കാൻ തോന്നിയില്ല. പിന്നെ ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ലണ്ടൻ സ്ട്രീറ്റ് കാണാൻ ഭയങ്കര അടിപൊളിയാണ്. എവിടെ നോക്കിയാലും ലൈറ്റിങ്ങാണ്. ഇവിടെ ഏകദേശം ഒരു 3-3:30 ആകുമ്പോഴത്തേക്കും രാത്രി ആവുന്നതുകൊണ്ട് ഈ ലൈറ്റിങ്സ് ഒക്കെ നല്ല അടിപൊളിയാണ്. ഏത് സ്ട്രീറ്റിലേക്ക് നോക്കിയാലും ഏത് ഷോപ്പിലേക്ക് നോക്കിയാലും നല്ല അടിപൊളി ലൈറ്റിങ്സ്. പിന്നെ അജയ് ചേട്ടനും അവിയും നേരത്തെ തന്നെ വന്ന് ചെക്കിനൊക്കെ ചെയ്തിരിപ്പുണ്ട്. നമുക്കിനി നേരെ പോയി റൂമിൽ പോവാം. പിന്നെ അവിയും വരുന്നുണ്ടെന്ന് അറിഞ്ഞ് എൻ്റെ CEO എനിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അവിക്ക്, കുറേ ഡൈനോസറിനെയൊക്കെ. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് അവിക്ക് കൊടുക്കാം കേട്ടോ. അവി എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിക്ക് വിശക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്കിനി കുറച്ച് കഴിയുമ്പോൾ ഡിന്നറിന് വേണ്ടി പോവാം.
നമ്മൾ ഡിന്നറിന് പോകുന്നത് എൻ്റെ കൊളീഗ്സിൻ്റെ ഒപ്പം തന്നെയാണ് കേട്ടോ. കുറച്ച് നടക്കാനുണ്ടായിരുന്നു, ഒരു 10-15 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ലാസ് ഇഗ്വാനാസ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു നമ്മൾ പോയത്. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അവർ എൻ്റെ കൊളീഗ്സൊക്കെ അവർ വേറെ സ്ഥലത്തേക്ക് പോയി. ഞാനും അജയ് ചേട്ടനും കൂടെ പറഞ്ഞു ഞങ്ങൾ കുറച്ച് ലൈറ്റിങ്സും അതുപോലെ പിന്നെ അവിയും കുറച്ച് ടയേർഡായിരുന്നു. സമയം ഏകദേശം 10-11 മണി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിക്ക് ഉറക്കത്തിൻ്റെ ക്ഷീണവും ഒക്കെ വരുന്ന കാരണം ഞങ്ങൾ കുറച്ച് രീതിയിൽ നടന്ന ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോകാട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സാധനം. ഇതിനെന്താ പറയണതെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഈ സമയത്താട്ടോ ഇത് കാണത്തുള്ളൂ, ലൈറ്റിംഗ് ഉള്ള റിഷയും കാര്യങ്ങളൊക്കെ. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്ന് കിടന്നുറങ്ങി കേട്ടോ. പിന്നെ അവയുടെ സ്വന്തമായിട്ട് ബെഡ് കിട്ടിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ ലണ്ടൻ വന്നതായിരുന്നു. ഇന്നലെ എൻ്റെ മീറ്റിംഗും കഴിഞ്ഞ് കുറച്ച് നേരം പുറത്തോടെയൊക്കെ നടന്ന് നമ്മളൊരു 11 മണിയൊക്കെ ആയപ്പോഴായിട്ട് വന്ന് കിടന്നത് മാത്രമേ ഓർമ്മ ഉള്ളൂ. നല്ലതായിട്ട് ഉറങ്ങി, നല്ല ടയേർഡായിരുന്നു. അവിടെ ഇവിടെ രാവിലെ എഴുന്നേറ്റ് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ, അപ്പോൾ ഇവിടെ ടി വി കാണലും പരിപാടിയൊക്കെയാണ്. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് റെഡിയൊക്കെ ആയേ ഇനി നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടുത്തെ കുറച്ച് എന്താ പറയുക ലണ്ടനിലെ ക്രിസ്മസ് വിൻഡോ വണ്ടർലേ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. അവയ്ക്കിപ്പം എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യണം. അതിപ്പോൾ ലിഫ്റ്റിൽ കയറിയാലും സാധനങ്ങൾ എടുക്കാനും ഒക്കെ ആണെങ്കിലും. അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബ്രിട്ടീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അങ്ങനെ ജസ്റ്റ് കുറച്ച് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് സാധനങ്ങളും കൂടെ എടുത്തു വെക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. കാരണം നമുക്ക് 10 മണി തൊട്ട് 11 മണി വരെയാണ് വിൻഡോ വണ്ടറിൽ നമ്മുടെ എൻട്രി എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് എടുക്കണം. ഇവിടുന്ന് ഏകദേശം ഒരു 21 മിനിറ്റ് നമുക്ക് ട്രെയിനിൽ പോകണം കേട്ടോ. അതായത് ലണ്ടൻ ട്യൂബിൽ പോകേണ്ടി വരും. അപ്പം നമുക്കിപ്പോൾ ഏകദേശം സമയം 9:30-10 മണി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ നോക്കാം. നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തണം. ഇല്ലെങ്കിൽ പിന്നെയും ഇതെടുക്കേണ്ടി വരും, വിൻഡോ വണ്ടറിലിടാം. അതൊക്കെ ഭയങ്കര പാടുള്ള പരി. പിന്നെ ലാപ്ടോപ്പ് തുറക്കണം, ഈ അവിനെയും വെച്ചുകൊണ്ട് റോഡിലിരുന്ന് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഇറങ്ങാൻ നോക്കട്ടെ. അങ്ങനത്തെ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞു. അതായത് എടുത്തു വെക്കലും കാര്യങ്ങളിലെല്ലാം കഴിഞ്ഞു. പക്ഷേ ലാസ്റ്റ് റൗണ്ട് ഒരു ചെക്കിങ് നടത്തിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും സാധനം എടുക്കാനുണ്ടെന്ന്. അപ്പോൾ അതേ നമ്മൾ ഇനി ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി നേരെ വിൻഡോ വണ്ടർല അതുപോലെ കുറച്ച് നേരം എന്താ പറയുക ലണ്ടനിൽ കറങ്ങി തിരിഞ്ഞ് കിടക്കാം. അവയാണെങ്കിൽ ഇവിടെ ഭയങ്കര എന്താ പറയുക ഇത് ഒട്ടിക്കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ എന്തേ ഞങ്ങൾ ഇറങ്ങുവാണ് ഇവിടുന്ന് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അവയ്ക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു ഭാഗമാട്ടോ ഈ കാണുന്നത് പെട്ടി തള്ളിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ചെക്കൗട്ടൊക്കെ ചെയ്ത് നമുക്ക് ബാഗൊക്കെ ഡ്രോപ്പിംഗ് പോയിന്റിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഇനി നേരെ പോകുന്നത് വിൻഡോ വണ്ടറിലേക്കാണ്. ബാഗ് ഡ്രോപ്പ് ചെയ്തതിൻ്റെ ഒരു വിഷമമാണ് അവിടെ മുഖത്ത് കാരണം ഇനി അത് തള്ളിക്കൊണ്ട് കിടക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എന്തൊക്കെയോ അവിടെ കാണിച്ചു തരാം, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്താണ് അവൻ ഇപ്പോൾ നടത്തിച്ചുകൊണ്ട് പോകുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ അവിടെ നിൽക്കും എന്നുള്ളൊരവസ്ഥയിലാണ് അവൻ നടക്കുന്നത്. നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ട്രാം സ്റ്റേഷനിലേക്ക്. പോകുന്ന വഴിക്കാണിത് ഇങ്ങനൊരു കട കണ്ടത്. അജേഷനും കുറേ നാളായി ഒരു തൊപ്പി അന്വേഷിച്ച് നടക്കുന്നു. അവിടെ ഇഷ്ടംപോലെ തൊപ്പി ഉണ്ടായിരുന്നു. പക്ഷേ അജേഷന് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള തൊപ്പിയൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ട്രാം സ്റ്റേഷനിലെത്തി അകത്ത് കയറി. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ് ഈ എസ്കലേറ്റേഴ്സ്. കാരണം ഇത് നല്ല താഴെയാട്ടോ. അതായത് അണ്ടർഗ്രൗണ്ട് മെട്രോയാണ് ഇവിടെ ഉള്ളത്. നല്ല താഴെയാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഇവിടെ അറഞ്ചും പുറഞ്ചും നടക്കുന്ന ട്രാമ്പുകൾ. നേരത്തെ ഒരക്ഷരവും അല്ലെങ്കിൽ ഒരു പിടി ഉണ്ടായിരുന്നില്ല ഏത് ട്രാമ്പിൽ കയറണം, എങ്ങനെ പോകണം എന്നുള്ളത്. എൻ്റെ കൊളീഗ്സിൻ്റെ കൂടെ അല്ലാതെ ഇങ്ങോട്ട് വരുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഒന്ന് ക്യാച്ച് ചെയ്തു. ഏകദേശം എല്ലാം നമുക്കവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, ഏത് ട്രാമ്പ് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതും ഏത് ലൈൻസ് എന്നുള്ളതും ഒക്കെ. അങ്ങനെ നമ്മൾ വിൻഡോ വണ്ടർല നടക്കുന്ന എന്താ പറയുക ഗ്രൗണ്ടിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വിൻഡോ വണ്ടർലയിലേക്ക് ചെല്ലാം. അങ്ങനെ കുറേ നേരത്തെ നടത്തിയതിന് ശേഷം നമ്മൾ വിൻഡോ വണ്ടർല എത്തി കേട്ടോ. എൻ്റെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു വിൻഡോ വണ്ടർല വരിക എന്നുള്ളത്. നോർവേജിലൊക്കെ ഉണ്ടെങ്കിലും എന്താ പറയുക ലണ്ടനിൽ ഈ ക്രിസ്മസ് ടൈമിൽ ഒരു വലിയ എന്താ പറയുക ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാട്ടോ ഈ വിൻ്റർ വണ്ടർല എന്ന് പറയുന്നത്. നല്ല അത്യാവശ്യം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അകത്ത് കയറി എല്ലായിടത്തും പോകുന്ന പോലെ നമ്മൾ നേരത്തെ ആണെങ്കിലും കുറേ എന്താ പറയുക ആക്ടിവിറ്റിയും ഇല്ലെങ്കിൽ എന്താ പറയുക മേളകളൊക്കെ പോകത്തില്ലേ, ആ ഒരു സെയിം തീം തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടെ വലിയതാണ്. ഞങ്ങൾ രാവിലെ മുതൽ ഏകദേശം രാവിലെ 11 മണിക്ക് കയറി ഏകദേശം ഒരു 3 മണി 4 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും അതിൻ്റെ ഒരു
മീൻസ് ഏരിയ മാത്രമേ ഞങ്ങൾ കണ്ടു തീർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഫുൾ കണ്ടു തീർക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പോകുന്ന ആരെങ്കിലും ആണെങ്കിൽ ഒരു ദിവസം ഫുൾ കറങ്ങി നടക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് കുറച്ചും കൂടെ കാണാൻ ബെറ്റർ രാത്രിയാകുമ്പോഴാണ്. കാരണം ഇവിടുത്തെ ലൈറ്റിങ്സും കാര്യങ്ങളും ഒക്കെ അട്രാക്റ്റീവ് ചെയ്ത് വരുന്നത് രാത്രിയാകുമ്പോഴാട്ടോ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പണ്ടുള്ള മേളകളിലും ഇല്ലെങ്കിൽ ഓട്ടം ലൈറ്റ്സ് അവിടെയൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ തന്നെ ഇഷ്ടം പോലെ കളിക്കാനുള്ള കാര്യങ്ങളുണ്ട്, റൈഡ്സ് ഉണ്ട്, അതുപോലെ ഇഷ്ടം പോലെ. പിന്നെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളും ഇഷ്ടം പോലെ. പിന്നെ ഞാൻ നേരത്തെ അവിടെ കണ്ടിട്ടില്ലാത്ത പോലത്തേക്ക് ഇഷ്ടം പോലെ എന്താ പറയുക റൈഡ്സും ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ ഇങ്ങനെ വെറുതെ നടക്കുകയാണ്. കുറേ നേരം നടന്നു കേട്ടോ. കുറേ നേരം കഴിഞ്ഞ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും കളിക്കാൻ തുടങ്ങാം എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ തുടങ്ങിയത്. അങ്ങനെ നടക്കുന്ന വഴിക്കാണ് ഈ ഒരു സാധനം കണ്ടത്. ഇതൊരു ഗോസ്റ്റ് ഹൗസോ അങ്ങനെ എന്തോ റിലേറ്റഡ് ആയിരുന്നു. എനിക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ അജയ് ചേട്ടൻ പറഞ്ഞു, ഇന്ന് നമ്മൾ എന്താണേലും നടന്ന് നല്ല ടയേർഡാവും, പിന്നെ പോയി കിടന്ന് അവി രാത്രി കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുന്നേക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക പാടുള്ള കാര്യമായിരിക്കും. പിന്നെ അവി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണെങ്കിലും രാത്രി കിടന്ന് കരയുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു മോഹമൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു നടന്നു കേട്ടോ. ഇവിടുത്തെ ടോയ്സൊക്കെ ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ഈ ഗെയിമൊക്കെ കളിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ടോയ്സൊക്കെ ഭയങ്കര വലുതായിരുന്നു കേട്ടോ. അത് കാണാനും നല്ല രസമുണ്ടായിരുന്നു, കിട്ടിയാൽ കൊള്ളാമെന്നും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളൊരു ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കാശ് പോയത് വെറുതെ മിച്ചം ഒന്നും കിട്ടിയില്ല, അത് വേറെ കാര്യം. നല്ല എന്താ പറയുക ഇവർ ഗെയിമൊക്കെ വെച്ചേക്കുന്നത് ഭയങ്കര ട്രിക്കായിട്ടോ. മീൻസ് എല്ലാവർക്കും ഒന്നും ഗിഫ്റ്റ് കിട്ടില്ലെന്നുള്ളൊരു പ്രയോറിറ്റി ഇതിലായിരുന്നു. പിന്നെ ഇവിടെ കണ്ട ഒരു സാധനമായിരുന്നു ഈ ഒരു പശുവിൻ്റെ ഒരു ഗെയിം പോലത്തെ കേട്ടോ. നല്ല രസമാട്ടോ ഇത് കാണാനാണേലും. ഇത് കണ്ടു കഴിഞ്ഞപ്പം അവയ്ക്ക് അതിൻ്റെ പാല് കറക്കണം. അങ്ങനെ ഞങ്ങൾ കോയിനൊക്കെ സംഘടിപ്പിച്ച് കോയിൻ ഇട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കത് ചെയ്യാൻ വയ്യ. പിന്നെ ഏതായാലും കാശിട്ടതാണല്ലോ എന്ന് വിചാരിച്ച് പിന്നെ അജയ് ചേട്ടനായിരുന്നു കേട്ടോ അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ റോളർ കോസ്റ്റർ, ജയൻറ്റ് വീൽസ്, പിന്നെ എന്താ പറയുക വലിയ ആകാശത്ത് പോകുന്ന സാധനം, അങ്ങനെ എന്താ പറയുക കുറേ ഗെയിംസ് ഉണ്ട്. എനിക്ക് എല്ലാത്തിൻ്റെ ഒന്നും പേരറിയത്തില്ല. എല്ലാം ഒന്നും ഞാനിവിടെ എന്താ റെക്കോർഡും ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഇത് മൊത്തം റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊരു ഏരിയ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു. ആ സമയത്തുള്ള കുറേ നല്ലതെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രം, അതായത് എനിക്ക് കണ്ണുകൊണ്ട് കണ്ടപ്പം ഒരു ഇഷ്ടം തോന്നിയ കുറച്ച് ഏരിയാസ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മൊത്തത്തിലുള്ള റിപ്പീറ്റിംഗ് ഇതായിട്ടുള്ള കാര്യങ്ങളായിട്ട് തോന്നുമല്ലോ. അങ്ങനെ നടന്ന് അവയ്ക്ക് ഇതിൽ കയറണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ എന്താ പറയുക കാറിൽ കയറ്റി. അവിടെ മെയിൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ് കാറ്, ബസ്, വണ്ടി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് കാര്യവും ഞങ്ങൾക്ക് ഇവിടെ പോകും. അല്ലാത്ത കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവൻ റൈഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റൈഡൊക്കെ കഴിഞ്ഞ് കുറച്ച് നടക്കുന്ന സമയത്താട്ടോ ഈ ഒരു ഐറ്റം കണ്ടത്. ഇത് ആക്ച്വലി ഒരു എന്താ പറയുക റെസ്റ്റോറൻറ്റിൻ്റെ പാട്ടാട്ടോ. അവിടെ അതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് അവർ ചിക്കനും മീറ്റും ഒക്കെ ഗ്രില്ല് ചെയ്യുന്നത്. അങ്ങനെ കുറേ നേരം കണ്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് നമുക്കിവിടെ പിന്നെയും ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഷോപ്പിങ്ങും ചെയ്യാം കേട്ടോ ഇതിൻ്റെ അകത്ത്. പിന്നെ പുറത്ത് എന്താ പറയുക കിട്ടുന്നതിനേക്കാളും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് നമ്മൾ കാര്യമായിട്ടൊന്നും മേടിച്ചില്ല. എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഇങ്ങനെ കണ്ട് നടന്ന് ക്രിസ്മസ് ഐറ്റംസ് ആണെങ്കിലും ഡെക്കർ ഐറ്റംസ് ആണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു എന്താ പറയുക റെസ്റ്റോറൻ്റ് ആണ്. അതിനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കണുണ്ടല്ലേ ഫുൾ ക്രിസ്മസ് തീമിൽ. ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊരു ക്രിസ്മസ് ട്രീ ഒക്കെ വിൽക്കുന്ന കടയെന്നാണ്. പിന്നെ ഒന്ന് കയറി ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതൊരു റെസ്റ്റോറൻ്റ് ആണ്. അതുപോലെ ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക ഗിഫ്റ്റ്, ഫോട്ടോ ഫ്രെയിംസ്, ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ നടന്നാണ് കുറേ നേരം നടന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു ക്യാൻഡി ഷോപ്പ് അവിയുടെ കണ്ണിൽപ്പെട്ടത്. പിന്നെ അവി വരത്തില്ലല്ലോ, അവി സാധാരണ ചോക്ലേറ്റ്സ് കഴിക്കത്തില്ല, ക്യാൻഡീസ് മാത്രമേ കേട്ടോ അവി കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ എന്നാൽ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ക്യാൻഡീസ് മേടിക്കാം എന്ന് വിചാരിച്ചു. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 ഗ്രാമിന് ഇത്ര എമൗണ്ട്, നമുക്കിത് മിക്സ് ആൻഡ് മാച്ച് ചെയ്തൊക്കെ എടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ അവയ്ക്ക് കുറച്ച് ചോക്ലേറ്റും വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങളൊരു ഹോട്ട് ചോക്ലേറ്റും മേടിച്ചു, കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിങ്ങനെ നടക്കുന്ന വഴിക്കാണ് ഈ ഐസ് സ്കേറ്റിംഗ് കണ്ടത്. എന്നാൽ പിന്നെ അജയ് ചേട്ടനും അവയ്ക്കും അതിനകത്ത് പോകണം. എനിക്ക് പിന്നെ എന്താ പറയുക നല്ല തണുപ്പുണ്ടായിരുന്നു. ഏകദേശം -2 -3 ഇന്നും ടെമ്പറേച്ചർ പോകുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് കാശ് കൊടുത്ത് തെന്നി ഐസിൻ്റെ അകത്ത് വീഴാൻ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി എന്താ പറയുക ഐസ് സ്കേറ്റിംഗ് കണ്ടോളൂ ഇല്ലെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ പോയിട്ടോ. അവയാണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. 2-3 പ്രാവശ്യം വീഴുകയൊക്കെ ചെയ്തു. എന്നാലും അതൊന്നും ഞങ്ങൾക്ക് വലിയ പുത്തിരിയുള്ള കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കേട്ടോ അവയുടെ സ്കേറ്റിങ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ നമ്മുടെ നോർവിച്ചിലും വിൻ്റർ വണ്ടർലേ ഉണ്ട്, അതിൽ ചെയ്ത അജേഷന് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ പ്രാവശ്യം അഭിനയം കൊണ്ട് കയറാൻ അജേഷൻ കുറച്ച് കോൺഫിഡൻ്റ് ആയിരുന്നു. അങ്ങനെ കുറച്ചല്ല ഒരു 40-45 മിനിറ്റോളം അവർക്ക് ഐസ് സ്കേറ്റിംഗ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിറങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. മീൻസ് ചെറിയൊരു സ്നാക്ക് പോലെ കേട്ടോ കഴിച്ചുള്ളൂ.
അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ അഡ്വഞ്ചർ ആയിട്ടുള്ള, അതായത് റോളർ കോസ്റ്റർ, ഇങ്ങനെ മുകളിൽ പോയിട്ട് വരുന്ന താഴെ പോയിട്ട് വരുന്ന സാധനങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഈ റൈഡിൽ ഞാൻ കയറാം. കാരണം ഇപ്പം സമയം ഏകദേശം ഒരു 2-2:30 ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും തിരിച്ചു പോകണം. കാരണം നമ്മളിവിടുന്ന് നേരെ പോയി ചൈന മാർക്കറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ തിരിച്ച് നമുക്ക് ട്രെയിൻ പിടിക്കണം. നമുക്ക് ഏകദേശം ഒരു 6 മണിയാകുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ട്രെയിന്. അപ്പം അത് പിടിക്കണം. അപ്പോൾ ഒട്ടും ഇവിടെ ഇനി ടൈം വേസ്റ്റ് ചെയ്യാനില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ ഫുള്ള്, അതായത് വിൻ്റർ വണ്ടർല ഫുൾ ലണ്ടനിലുള്ള കണ്ടത് ഇതിൻ്റെ മുകളിൽ ചെന്നപ്പോഴായിരുന്നു കേട്ടോ. ഇതിൻ്റെ മുകളിൽ ചെന്നിട്ടുള്ളൊരു വ്യൂ, എൻ്റെ പൊന്നെ, ഇവിടെ നിന്ന് നോക്കിയാൽ ലണ്ടൻ ഐ ഒക്കെ നമുക്ക് കാണാമായിരുന്നു. നല്ല വിസിബിളായിട്ട് ലണ്ടൻ ഐ കാണാമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാമായിരുന്നു കേട്ടോ. കാരണം അത്രയും ടോപ്പിലാണ് ഇത് പോകുന്നത്. ഏകദേശം 85 മീറ്ററോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു കേട്ടോ അവർ പറഞ്ഞത്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു മുകളിൽ ചെന്നിട്ട്. പിന്നെ ആ താഴത്തേക്ക് വരുന്ന ഒരു കുറച്ച് ഭാഗം മാത്രമാണ് ഒരു എന്താ പറയുക, പക്ഷെ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ ഇതിൽ ഒന്ന് എൻജോയ് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ ആ വിൻഡോ വണ്ടറിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ ഇനി ചൈന മാർക്കറ്റിലേക്ക് പോകട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. സമയം ഏകദേശം 3 മണിയും കണ്ടായിട്ടുണ്ട്. പോയി പെട്ടെന്ന് പോയി ഫുഡ് കഴിക്കട്ടെ. ഞങ്ങളിവിടെ സ്റ്റേഷൻ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങോട്ടാ. അങ്ങനെ നമ്മൾ നടക്കുന്നതിനിടയ്ക്കാണ് പിന്നെയും ഒരു തുപ്പിക്കട കണ്ടത്. അജേഷേട്ടൻ പിന്നെയും തുപ്പി മേടിക്കാൻ കയറി. പക്ഷേ ഈ പ്രാവശ്യം എന്തോ അജേഷേട്ടൻ ഉദ്ദേശിച്ച സാധനം കിട്ടി. അങ്ങനെ അവിടെ നിന്ന് അതെല്ലാം എടുത്ത് നേരെ ചൈന മാർക്കറ്റിലേക്കാട്ടോ നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഹാരി പോട്ടറിൻ്റെ ഇത് കണ്ടത്. ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് എങ്ങാണ്ടാണ് കുറച്ച് ഭാഗമൊക്കെ ഹാരി പോട്ടറിൻ്റെ ഷൂട്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ ചൈന മാർക്കറ്റ് എത്തിയിരിക്കുന്നു. ഇവിടെ ചൈന മാർക്കറ്റ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാനുള്ള ഏറ്റവും വലിയ ഉദാഹരണം അതിൻ്റെ മുകളിൽ കിടക്കുന്ന ആ ബലൂൺസ് ഒക്കെ ആട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം ഇവിടുത്തെ മെനു എന്താണെന്നുള്ളത് കാര്യം നമുക്കൊരു റെസ്റ്റോറൻറ്റിൻ്റെയും അകത്ത് കയറി നോക്കണ്ട. ഇവിടെ എല്ലാ സാധനങ്ങളും വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ ഇവിടങ്ങളിൽ വേറെ ഒരിടത്തും ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതായത് ഫുഡും അതിൻ്റെ പേരും അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറിട്ടോ. അവ എന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവയാണെങ്കിൽ അവിടുത്തെ അവർ വെച്ചിരുന്ന പ്ലേറ്റൊക്കെ കാര്യങ്ങളെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ വന്ന് എന്താ പറയുക, അത് കളിക്കാനുള്ള മീൻസ് വഴക്കായിട്ടല്ല, കളിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് മേടിച്ച് വെച്ചു. അതിനാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവയ്ക്കാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറേ ദിവസമായല്ലോ ഇങ്ങനെ ബർഗറും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് കിടക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചൈനീസ് കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയതായിരുന്നു. കുഴപ്പമില്ലാത്തൊരു ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ വാവ് എന്നൊന്നും പറയാനില്ലായിരുന്നു, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഇറങ്ങി. എത്ര പെട്ടെന്നാണ് പോയത്. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഇരുന്നുള്ളൂ. അന്നേരത്തേക്ക് ഇരുട്ടായിട്ടോ. പിന്നെ ഇനി നമ്മൾ നേരെ പോകുന്ന ഹോട്ടലിലേക്കാണ്. നമ്മുടെ ബാഗ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതെടുക്കണം. അവിടുന്ന് നേരെ നമുക്ക് ലിവർപൂൾ സ്ട്രീറ്റിൽ എത്തണം. അവിടുന്ന് 6 മണിക്കാണ് നമ്മുടെ ട്രെയിന്. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയൊക്കെ ആയിട്ടുണ്ട്. 1 മണിക്കൂറുണ്ട് നമുക്ക് ഇനി അവിടെ എത്താനായിട്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടു കേട്ടോ ഇങ്ങനെ ഓരോരോ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ. ഇതൊക്കെ കണ്ട് നല്ല ആസ്വദിച്ചാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സടപടയുന്ന ബാഗൊക്കെ എടുത്ത് ഞങ്ങൾ ലിവർപൂൾ സ്ട്രീറ്റിലെത്തി. ഒരു 5:30 ആയപ്പോഴത്തേക്ക് എത്തിയിട്ടോ ഞങ്ങളിവിടെ. ഇനി ഒരു ഏകദേശം ഒരു അരമണിക്കൂറും കൂടെ ഉണ്ട്. ട്രെയിൻ അതിന് മുമ്പ് എത്തും. അതിൻ്റെ ഇടയ്ക്ക് അവി ഓരോരോ പണികൾ, അരമണിക്കൂറൊക്കെ അവീനെ ഇങ്ങനെ പിടിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ നല്ല ടഫായിട്ടുള്ള കാര്യം. അതിൻ്റെ ഇടയ്ക്ക് അവയ്ക്ക് വിശക്കണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒരു കുക്കിയൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ അതും കഴിച്ച് അതിലെ കുറച്ച് ടൈം പാസ് ചെയ്യില്ലായിരുന്നു കേട്ടോ അവയുടെ മെയിൻ ഉദ്ദേശം. കുറേ നേരം അതും ഇതുമൊക്കെ പറഞ്ഞ് കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാനും അവിയും കൂടി ആയി കളി. കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അനങ്ങുന്നില്ല എന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടിയുടെ പുറത്തായിട്ടോ കളിയും കാര്യങ്ങളും ഒക്കെ.
ഒരു 5:45 ആയപ്പോഴത്തേക്കും നമ്മൾ ഏകദേശം ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ട്രെയിനിലേക്ക് കയറി. ഇവിടെ ട്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക പഞ്ചിൽ 6 മണിയെന്ന് പറഞ്ഞാൽ 6 മണിക്ക് തന്നെ ട്രെയിൻ എടുക്കും. അവ എന്തോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറേ നേരം പാട്ടും കൂത്തും ഒക്കെ ആയിരുന്നു. പക്ഷേ പാട്ടും കൂത്തൊക്കെ ഒരു 15 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരത്തേക്കും അവി ഉറക്കമായി. നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അവി മാത്രമല്ല കേട്ടോ, ഞങ്ങൾ 3 പേരും നല്ല ടയേർഡാണ്. അങ്ങനെ നോർവിച്ചിലെത്തിയപ്പോഴത്തേക്കും നമ്മൾ ടാക്സിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാക്സിയൊക്കെ വന്നു. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.